ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കട്ടിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ടുണ്ട് കേട്ടോ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്. പിന്നെ നമുക്ക് വളരെ തിരക്കായിരുന്നു ഓണത്തിൻ്റെ ആ ഒരു ടൈമിൽ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ചെയ്യാതിരുന്നിരുന്നത്. ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടും എനിക്ക് വ്യൂസ് കുറവാണെന്നുള്ളതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സങ്കടമായിരുന്നു. അത് കാരണമൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിനി കണ്ടിന്യൂസ്ലി വീഡിയോസ് ആയിട്ട് വരണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ, ഓണത്തിൻ്റെ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ആയിട്ട് വരാം. അപ്പം ഞാൻ എന്താ അവിടെ നൈറ്റി മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മാച്ച് ചെയ്യുന്ന വേറൊരു ക്ലോത്തും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങനെ യോജിച്ച് വരുന്ന കളറൊന്നുമല്ല. ഇത് ഡാർക്ക് നീലയാണ് വരുന്നത് കേട്ടോ. ബ്ലൂ കളറാണ് വരുന്നത്. ബ്ലാക്കിലേക്കൊക്കെ വരുന്ന ഒരു ബ്ലൂ കളറാണ് വരുന്നത്. പക്ഷേ അത് ഞാൻ എടുത്ത് വെച്ചത് ഒരു നേവി ബ്ലൂ കളറൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കളറിൽ ഞാൻ എടുത്തിട്ടുണ്ട് വേറെ പീസ്. പിന്നെ ഞാൻ എപ്പോഴും കോട്ടൻ്റെ ക്ലോത്ത് തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിനെ ആദ്യം തന്നെ ഒന്ന് നാലാക്കിയിട്ട് മടക്കി ഇടുന്നുണ്ട് കേട്ടോ. നാലാക്കി മടക്കിയിടുമ്പോൾ ഞാൻ എപ്പോഴും റോങ് സൈഡിലേക്കാണ് മടക്കിയിടാറുള്ളത്. അത് ബിഗിനേഴ്സായിട്ടുള്ള എല്ലാവരും അതേപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം നമ്മൾ നല്ല ഭാഗത്ത് നമ്മൾ ചോക്കൊക്കെ വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് പിന്നെ അത് മായ്ക്കാൻ പറ്റും. പക്ഷെ എന്നാലും നമുക്കതൊരു വൃത്തികേടായിട്ട് നിൽക്കില്ലേ. ചില സമയത്ത് അത് മായ്ച്ചാൽ അതിൻ്റെ ഒരു പാടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ല. നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് മറന്ന് പോവുകയാണെന്നുണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് റോങ് സൈഡിലേക്ക് മടക്കിയിട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ എന്താ അവിടെ മടക്കി ഇട്ടിട്ടുണ്ട്. നാലാക്കിയിട്ട് ആ ഒരു സൈഡിൽ കണ്ടില്ലേ, ഓപ്പണായിട്ട് വരുന്ന ഭാഗമാണ് നാലും ഇതായിട്ട് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. പിന്നെ മുകൾ വശത്തും ഒരു സൈഡിലേക്കും ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലെങ്ത്ത് ഞാനപ്പോൾ കട്ട് ചെയ്യുന്നത് ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുകളിൽ നിന്നാണ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ എൻഡ് വശത്തു നിന്ന് നമ്മൾ താഴോട്ടേക്ക് ഒരു ഇപ്പോൾ ഇത് എൻ്റെ അളവിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം അല്ല, സ്മോൾ സൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. 32 ചെസ്റ്റ് അളവൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയലിൽ വരുന്ന ലെങ്ത്ത് ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു മെറ്റീരിയലിൽ ഫുൾ ലെങ്ത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 40 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്തെടുക്കുന്നത് 40 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കാറുള്ളത്. അപ്പം ഞാൻ എന്താ അവിടെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് 40 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാർക്ക് ചെയ്തിട്ട് ഞാൻ അതിനൊന്ന് സ്ട്രൈറ്റ് ആക്കിയിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എനിക്ക് നിവർത്തിയിട്ടിട്ട് കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കാഞ്ഞത്. അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം ഒരു സെൻറ്ററൊക്കെ കണ്ടിട്ട് അതിൻ്റെ അവിടെ നിന്നങ്ങോട്ട് ഇതേപോലെ 1 ഇഞ്ച് എങ്ങാനും കയറ്റിയിട്ട് മുകളിലേക്ക് ആ എൻഡ് ഭാഗത്ത് വെച്ച് നമുക്കൊന്ന് കയറ്റി വരച്ച് കൊടുക്കാം കേട്ടോ. കാരണം നമുക്ക് രണ്ട് സൈഡിൽ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എലൈൻ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. അപ്പോൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കുറച്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ മാർക്കിങ്ങിലൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പീസിനെ മാറ്റി വെച്ചിട്ട് താഴ്ഭാഗത്ത് വന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസിനെ എടുത്തിട്ട് നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ. താഴെയൊക്കെ ഒന്ന് ഇപ്പോൾ കൂടുതൽ ചിലപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടാലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ കൂടുതലൊക്കെ നിൽക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത് ഒരു ആർച്ച് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തു കേട്ടോ. അതിന് ശേഷം ആ ഒരു പീസിന് അങ്ങനെ തന്നെ നമ്മൾ മടക്കിയിട്ട് കൊടുക്കുകയാണ്. സെൻറ്റർ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ബാക്കി അറിയാൻ പറ്റുക. ഇങ്ങനെ ആ ഒരു എൻഡിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, 2 പീസും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റാക്കി കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് അതിനെ സെൻറ്ററിൽ നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നിവർത്തിയിട്ടിട്ട്, അപ്പം ഞാൻ എൻ്റെ കത്രിക വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിവർത്തി വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ആ സെൻറ്റർ മടക്കി കൊടുത്ത് ആ മാർക്കിങ്ങിലൂടെ അങ്ങനെ തന്നെ മടക്കി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ അവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ 4 പീസായിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഈ ഒരു ഇതിനെ 4 പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു ഇതാണ് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുക്കില്ല താഴെ, അതിന് എടുക്കുന്നത് ഫുള്ളായിട്ട് ആ ഒരു ഇത് എടുക്കും കേട്ടോ. ഇനി നമുക്ക് മുകളിൽ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ, അതിനെ
എടുത്തിട്ട് നമുക്ക് അതിലെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അളവുകൾ മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ ഞാൻ 6.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് ചാർട്ടായിട്ട് ഒരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു. എം ഹോളും 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് ഒരു 32 നമുക്ക് ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ അവിടെ താഴോട്ടേക്ക് ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം അതുപോലെ തന്നെ ഹിപ്പിൻ്റെ ഭാഗമൊക്കെ വരില്ലേ, അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്താ അവിടെ 13 ഇഞ്ചാണ് 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ട്. അതുപോലെ തന്നെ 20 ഇഞ്ചിലാണ് ഞാൻ ഹിപ്പിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തേട്ടാ. അപ്പോൾ ആ വേസ്റ്റിൻ്റെ അവിടെ 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ ഷേപ്പ് ആക്കാനായിട്ട് അവിടെ മാർക്ക് ചെയ്തത് മുകളിൽ നിന്ന് 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ താഴെ 20 ഇഞ്ചിൻ്റെ അവിടെ ചെയ്തത് 1 ഇഞ്ച് കൂട്ടിയിട്ടാണ്, 8 ഇഞ്ചിനേക്കാൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഹോളിൻ്റെ അവിടെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുത്തു. പിന്നെ ആ മാർക്ക് ചെയ്ത മാർക്കിംഗ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ മാർക്ക് ചെയ്തേ കൂടെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 സെപ്പറേറ്റ് ആയിട്ട് വരച്ചെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിച്ച് വേണം. നമ്മൾ ആദ്യം മാർക്ക് ചെയ്തേ കൂടെ കട്ട് ചെയ്തെടുക്കരുത്. നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുള്ള ആ മാർക്കിങ്ങിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒത്തിരി പേര് നമ്മൾ ഇതുപോലെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് സ്റ്റിച്ചിങ് പഠിച്ചെടുക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഈ 2 ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ബാക്ക് പീസും ഫ്രണ്ട് പീസും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൽ ഞാൻ ഫ്രണ്ട് പീസിൽ ഇപ്പം നെക്ക് കട്ട് ചെയ്തെടുക്കില്ല, ഈ ക്ലോത്തിൽ ഞാൻ കട്ട് ചെയ്യാറില്ല കേട്ടോ. നമ്മൾ വേറൊരു പീസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഫ്രണ്ട് പീസിനുള്ള നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ, ഈ ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുമോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് അന്നൊന്നും ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മൾ ഈ ഫ്രോക്ക് നൈറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് നെക്കാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കും ഫ്രണ്ടും ഒരേ അളവിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ 3.5 ഇഞ്ച് വിഡ്ത്തും 4 ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് വരച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ബോട്ട് നെക്കായിട്ടാണ് വരച്ച് കൊടുത്തത് കേട്ടോ, മാർക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് മാത്രമാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്ക് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് മറിച്ചടിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്ത് വയ്ക്കാം. ഫ്രണ്ട് നെക്കിൽ നമ്മൾ വേറെ പീസ് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് അതിൽ കട്ട് ചെയ്തെടുക്കാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ സെയിം കട്ട് ചെയ്തിട്ട് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ബോട്ട് നെക്ക് പോലെ നല്ല വൈഡായിട്ട് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും കേട്ടോ, ഒരുപാട് ഇറങ്ങിപ്പോവാതൊക്കെ കിട്ടും. പിന്നെ ഞാൻ അവിടെ ആ നേരത്തെ കാണിച്ച ഒരു ക്ലോത്തിൽ നിന്ന് ഒരു 6 ഇഞ്ച് വിഡ്ത്തിലും 6.5 ഇഞ്ച് ലെങ്ത്തിലായിട്ട് ഞാനൊന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതേ സെയിം അളവ് തന്നെയാണ് 3.5 ഇഞ്ച് വിഡ്ത്തും അതുപോലെ തന്നെ 4 ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നെക്ക് സെയിം അതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. ബോട്ട് നെക്കായിട്ട് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഒരേപോലെ നിന്നാലും നമുക്ക് ലെങ്ത്ത് കുറവായതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ല പുറത്ത് പോകാനായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കത് ഒരു പ്രശ്നമാവില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ നെക്കൊക്കെ കൊടുക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ വൈഡായിട്ടൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനൊരു ആ ബാലൻസ് വരുന്ന എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കിയിട്ട് അതേ അളവിൽ തന്നെ ഞാൻ ചുറ്റിനും ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ താഴ്ഭാഗത്തെ മാർക്കിങ്ങിലൂടെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മുകളിലത്തെ മാർക്കിങ്ങിലൂടെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ബിസിനസ്സായിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു നൈറ്റി ആണെന്നുണ്ടെങ്കിൽ നൈറ്റി ഫ്രോക്ക് ആണെങ്കിലും ഒക്കെ നമുക്ക് നല്ലൊരു ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് ചെയ്യാനായിട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വരുമാന മാർഗ്ഗമായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഇത് ഒരുപാട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രോക്ക് നൈറ്റി തന്നെയായിട്ട് ഒത്തിരി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും എനിക്ക് ഓർഡറുകൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ഓണത്തിൻ്റെ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഞാൻ ആ നെക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എന്താ ബാലൻസ് വന്ന ആ സൈഡ് പീസ് ഉണ്ടല്ലോ, അതൊന്ന് ഞാൻ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലീവിന് വേണ്ടിയിട്ട് ഞാനൊരു 7 ഇഞ്ചോ 6 ഇഞ്ച് 5 ഇഞ്ചാണ് എനിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനൊരു 6.5 7 ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു എം ഹോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ആ ഒരു പീസിന് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ ആ ഒരു എൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള ആ ഭാഗത്തു നിന്ന് കുറച്ച് നീക്കിയിട്ടാണ് ഞാനിതിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മാർക്ക് ചെയ്ത ഭാഗമാണ് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം ശരിക്കും വരിക. ബാലൻസ് നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് അവിടെ ചെറിയ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പഫ് സ്ലീവ് ചെയ്തെടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ കയറ്റി വരയ്ക്കണമെന്നില്ല പഫ് സ്ലീവിന് വേണ്ടിയിട്ട്, ജസ്റ്റ് ഒരു അവിടെ പ്ലീറ്റ്സ് കൊടുക്കണമെന്നുള്ളൂ. പിന്നെ താഴ്ഭാഗത്തും ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം നമുക്കത് ഇലാസ്റ്റിക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ നെയ്റ്റൊക്കെ ഇടാനായിട്ട് മടിയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കുറച്ച് ലൂസിലൊക്കെ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഇതൊക്കെ തയ്ച്ചിടുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇത് എല്ലാവരും ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഇതേപോലത്തെ ആണല്ലോ യൂസ് ചെയ്യണത്. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതൊക്കെ കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു ക്ലാസ്സിനൊന്നും പോകണമെന്നൊന്നുമില്ല. അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തന്നെത്താൻ തന്നെ ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഞാൻ എന്താ ഇതിൽ ബാലൻസ് വന്ന പീസിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഞാൻ ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്ത് കുറച്ച് വീതിക്ക് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നീളത്തിലും ആ വീതി എത്രയാണുള്ളത് അതിനനുസരിച്ചുള്ള വീതി ഞാൻ അതിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ബാക്കിൽ ടൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്കിനുള്ളതും അതുപോലെ തന്നെ സ്ലീവിനും താഴെ ഫ്രില്ലിട്ട് കൊടുക്കാനും പിന്നെ നമുക്ക് ടൈക്കുള്ളതും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കട്ടിങ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.